ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണ് ഇരിക്കുന്നു. പുതിയൊരു വീഡിയോ വ്ളോഗിലേക്ക് കേൾക്കും സ്വാഗതം. തമിഴിൽ കണ്ട പോലെ തന്നെ ഗായ്സ്, ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ചധികം ഇമിഗ്രേഷൻ അപ്ഡേറ്റുകളും ചില ന്യൂസുകളെല്ലാം നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. ഈ വരുന്ന മാസങ്ങളിൽ പുതിയ ചില നിയമങ്ങൾ അല്ലെങ്കിൽ ചില വ്യത്യാസങ്ങൾ നമ്മുടെ UK വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലർക്കെല്ലാം ജോലികൾ നഷ്ടപ്പെട്ടേക്കാം എന്നുള്ളത് തന്നെയാണ്. ഈ അടുത്ത കുറച്ച് ന്യൂസുകൾ ഞാൻ കണ്ടു. അപ്പോഴാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത്. ഏകദേശം ഇതേപോലുള്ള ന്യൂസുകളാണ് ഞാൻ കണ്ടത്. UK മലയാളികൾ ഉൾപ്പെടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കേട്ടോ. എനിവേ, ഇങ്ങനെ കുറേ ഇൻഫർമേഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലൊക്കെ സ്വാഗതം. ആദ്യം എടുക്കുകയാണെങ്കിൽ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മെയിൻറ്റൈനിങ് ആയിട്ടുള്ള കൊച്ചു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം, വീഡിയോയിലിട്ട് പോലെ. സോ ഗൈസ്, അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോ കിട്ടിയിട്ട്, കാരണം യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ഒരുപാട് അപ്ഡേറ്റുകൾ നമുക്ക് ഇങ്ങനെ തരേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ അവർക്ക് വേണ്ടി മാത്രം ഒരു പെർട്ടിക്കുലർ വീഡിയോ ചെയ്തിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് തിരക്കുകൾ, കുറച്ച് സർപ്രൈസുകൾ വരുന്നുണ്ട്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു സംഭവം നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്. എനിവേ, നമുക്ക് കടക്കാൻ വീട്ടിലോട്ട്. അപ്പോൾ ഈ അടുത്ത് കുറച്ചധികം ഇമിഗ്രേഷനിൽ ചെറിയ ചെറിയ അപ്ഡേറ്റുകളും മാറ്റങ്ങളും എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതിന് മെയിനായിട്ട് നമ്മൾ ഇപ്പോഴൊന്നും എനിക്ക് ഈ അടുത്ത് നമ്മുടെ ചാനൽ കാണാൻ തുടങ്ങിയവർക്കൊന്നും ചിലപ്പോൾ ഞാനിപ്പോൾ ചില കാര്യങ്ങൾ പറയുന്നത് മനസ്സിലാവില്ല. കാരണം ഞാൻ ഏകദേശം ഒരു 1-2 വർഷം മുമ്പ് നമ്മുടെ ഈ ലേബർ പാർട്ടിയുടെ മാനിഫെസ്റ്റോ ഒക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവർ വരുവാണെങ്കിൽ നമുക്ക്, അതായത് ഓപ്പർച്യൂണിറ്റീസിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ കൂടുതലും ഇവർ EU മായിട്ട് തന്നെ ബന്ധം സ്ഥാപിക്കുമെന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബോറിസ് ജോൺസൺ ഗവൺമെന്റാണ് ബ്രെക്സിറ്റ് കൊണ്ടുവരികയും കാരണം യൂറോപ്യൻ യൂണിയൻ പൂർണ്ണമായിട്ടും UK വിട്ടു നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിന് ഇവിടെ നിന്ന് വലിയ ജനപിന്തുണയുള്ളത് കൊണ്ടാണ് അങ്ങനെ സപ്പോർട്ട് നടക്കുകയും അങ്ങനെ ബ്രെക്സിറ്റ് കുറച്ച് മാസങ്ങളും വർഷങ്ങളും കഠിനാധ്വാനത്തിന് ശേഷമാണ് ഈ ബ്രെക്സിറ്റ് നടന്നത്. അതുകൊണ്ടാണ് ഈ ബ്രെക്സിറ്റ് നടന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മളെപ്പോലുള്ള ആളുകളെ ഈ പറഞ്ഞ UK വരവേറ്റത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഷോർട്ടേജുകളും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് സ്റ്റുഡൻസിന് പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. അതുപോലെ തന്നെ കെയറേഴ്സിന് ഇവിടെ ജോലി നേടാനും കാര്യങ്ങളൊക്കെ ഉള്ള അവസരങ്ങൾ ഒരുക്കി. അങ്ങനെ പല കാര്യങ്ങൾ, കോവിഡിന്റെ സമയത്ത് പോലും നമ്മളെ കൊണ്ടുവരാനായിട്ട് ബബിൾ സിസ്റ്റം മറ്റ് പരിപാടികളൊക്കെ ബോറിസ് ജോൺസൺ ഗവൺമെന്റ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഞാൻ ഈ ലേബർ ഗവൺമെന്റ് വന്ന സമയത്ത് തന്നെ ഇവർ യൂറോപ്പുമായിട്ട് വീണ്ടും അടുക്കും എന്നുള്ളത് ഞാൻ അന്നേ വാൺ ചെയ്തായിരുന്നു. ഈ അടുത്തൊക്കെ നമുക്കറിയാം ബ്രെക്സിറ്റ് റീസെറ്റ് ചെയ്യാനുള്ള ചർച്ചകൾ വലിയ രീതിയിൽ നമ്മുടെ ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും ഞാൻ വീഡിയോ ചെയ്തപ്പോഴും പറയും, അത് നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞവരുണ്ട്. ഇപ്പോൾ നമ്മുടെ UK ഗവൺമെന്റ് യൂറോപ്പിന് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തിരിക്കുകയാണ്. അതായത് യൂത്ത് മൊബിലിറ്റി സ്കീം, അതായത് യൂറോപ്പുമായിട്ട് ചെയ്യാനുള്ള പദ്ധതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതെന്താ നല്ല കാര്യമല്ലേ? യൂത്ത് മൊബിലിറ്റി കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വിസകളല്ലേ കൊടുക്കുകയുള്ളൂ, നമ്മൾ ഇന്ത്യക്കാർക്ക് കിട്ടുന്ന പോലെ അല്ലേ കൊടുക്കുകയുള്ളൂ എന്ന് പറയുവാണെങ്കിൽ ഇവർ അതിനകത്ത് 10,000 ആളുകളെ കാണു കൊടുക്കുന്നത്. നമുക്ക് വെറും 3,000 വിസകളാണ് കൊടുക്കുന്നത്, അവർക്ക് 10,000 വിസകളാണ് യൂത്ത് മൊബിലിറ്റി കൊടുക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. ഇപ്പം ഇവിടുത്തെ നിയമങ്ങളൊക്കെ നല്ല കടുകട്ടിയാക്കിയിരിക്കുകയാണ്. ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വന്നിട്ടുള്ള സ്റ്റുഡൻസ് ഇവിടെ ജോലിക്ക് വേണ്ടിയിട്ട് പരാക്രമവും പരിഭ്രാന്തിയിലുമാണ്. അതിൻ്റെ ഇടയിൽ അതൊന്നും കെയർ ചെയ്യുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ജോബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ സാലറി ത്രഷോൾഡ് എന്നുള്ളൊരു വലിയൊരു വൻമതിൽ നമ്മുടെ മുന്നിൽ കൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് തന്നെ പലർക്കും ജോലി കിട്ടാതിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ നൈസായിട്ട് ആളുകളെ ഇങ്ങോട്ട് എത്തിക്കാനുള്ള, കാരണം അവർക്ക് പിന്നെ തൊട്ടടുത്തുള്ള രാജ്യമാണല്ലോ, കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതാണ്. UKയുടെ ഒരു പ്രപ്പോസൽ പോയിട്ടുണ്ട്. 10,000 ബ്രെക്സിറ്റ് റീസെറ്റിന്റെ ഭാഗമായിട്ട് 10,000 വിസകൾ പ്രതിവർഷം കൊടുക്കാം എന്നുള്ള രീതിയിൽ കേട്ടോ. പക്ഷേ EU അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം ഒരു വിസ ക്യാപ്പ് അവർക്ക് ആഗ്രഹമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിസ ക്യാപ്പ് ഒരു പക്ഷേ UK എടുത്തു മാറ്റാനുള്ള സാധ്യത ഉണ്ടായേക്കും. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജോലികൾ പോകാനുള്ള സാധ്യതകൾ വർദ്ധിക്കും. മറ്റൊന്ന് കാര്യം എന്ന് വെച്ചാൽ ഇവിടെ യൂറോപ്പിൽ നിന്നുള്ള ആളുകളുടെ വരവ് കൂടും. ഇവിടെയുള്ള മറ്റ് പല ഫീൽഡുകളിലേക്കും യൂറോപ്പിലുള്ള പിള്ളേരുകൾ, അതായത് 18 വയസ്സ് തൊട്ട് 30 വയസ്സ് പ്രായമുള്ള പിള്ളേരുകൾ UKയിലേക്ക് കയറുന്ന സാഹചര്യങ്ങൾ വരും. അങ്ങനെ വരുവാണെങ്കിൽ ഇവിടുത്തെ പല മേഖലയിലും ജോലിക്ക് ആളെ കിട്ടുന്നത് വളരെ നല്ല രീതിയിൽ കൂടും. ഓക്കെ, ഇതൊക്കെ എന്താണ് അങ്ങനെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നല്ല കാര്യമല്ലേ, ബിസിനസ്സൊക്കെ ഡെവലപ്പ് ആവില്ലേ എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ യെസ്, ഓഫ് കോഴ്സ് ബിസിനസ്സൊക്കെ ഡെവലപ്പ് ആവും. പക്ഷേ നമ്മുടെ അവസരങ്ങൾ കുറയും, നമ്മളുടെ വിസ റെസ്ട്രിക്ഷൻസിന്റെ കടുപ്പം കൂടും എന്നുള്ളത് തന്നെയാണ് പച്ചയായ യാഥാർത്ഥ്യം. എന്തായാലും അതിന്റെ കൂടുതൽ അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള ഈ ഒരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ന്യൂസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, UK മലയാളികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ
ജോബുകൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത്. തീർച്ചയായിട്ടും എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ UK വലിയ രീതിയിലുള്ള ലേ ഓഫ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്കറിയാം ഈ വരുന്ന മാസങ്ങളിൽ, അതായത് ഏപ്രിലോടുകൂടി തന്നെ പുതിയ ചില സ്കീമുകൾ, അതായത് എംപ്ലോയി നാഷണൽ ഇൻഷുറൻസും അങ്ങനെയുള്ള പല കാര്യങ്ങളും, ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ, ടാക്സും കാര്യങ്ങളൊക്കെ കൂട്ടുന്നതുകൊണ്ട് തന്നെ, അതുപോലെ സാലറി ഒക്കെ കൂടാൻ പോകുന്നത് കൊണ്ട് തന്നെ എംപ്ലോയീസിന് താങ്ങില്ല. എംപ്ലോയീസിന് താങ്ങാത്തത് കൊണ്ടാണ് എംപ്ലോയീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പിരിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. എംപ്ലോയീസിനെ താങ്ങാത്തത് കൊണ്ടാണ് പുതിയ ആൾക്കാരെ ഹയർ ചെയ്യാതിരിക്കുന്നത്, ഹയർ ചെയ്യുന്നത് നിർത്തിയിരിക്കുന്നത്, സ്പോൺസർഷിപ്പുകൾ കൊടുക്കാതിരിക്കുന്നത്. കാരണം വലിയൊരു ഭീമൻ സാലറി ത്രഷോൾഡ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവച്ചപ്പോൾ തന്നെ പലർക്കും ഓഫർ ചെയ്ത സ്പോൺസർഷിപ്പ് വരെ ഇവിടെ കൊടുക്കാതെയായി. അവർക്ക് തിരിച്ചു പോകേണ്ട സാഹചര്യമാണ്, പലർ തിരിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഇത്രയും മുടക്കി കഷ്ടപ്പെട്ട് UK വന്ന് ഒരു പ്രതീക്ഷയോടുകൂടി വന്ന ആളുകൾ ഇതേപോലുള്ള നിയമമാറ്റങ്ങളും ഇതേപോലുള്ള കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ജോലി കിട്ടാതാവുന്നുണ്ട്. പച്ചയായ യാഥാർത്ഥ്യം. ഈ ലേ ഓഫ് ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന മാസങ്ങളിൽ തീർച്ചയായിട്ടും വലിയ പിരിച്ചു വിടൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ ഞാൻ പറയുന്ന ന്യൂസല്ല, നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറിയിട്ട് UK കമ്പനി ലേ ഓഫ് നിന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കൂ. എത്ര കമ്പനികളാണ്, സെയിൻസ്ബറി ഉൾപ്പെടെ പല കമ്പനീസ് മേഖലയിൽ, യൂണിവേഴ്സിറ്റിയിലുള്ള സ്റ്റാഫുകളെ പിരിച്ചുവിടുന്നു, സെയിൻസ്ബറിയിലുള്ള വലിയ വലിയ കമ്പനീസിൽ നിന്ന് ആളുകളെ പിരിച്ചുവിടുന്നു, അതേപോലെ തന്നെ മറ്റ് ഫാക്ടറികളിൽ നിന്നും വെയർഹൗസുകളിൽ നിന്നും ആളുകൾ ഒഴിവാക്കുന്നു, IT കമ്പനീസിൽ നിന്ന് ആളുകളെ ഒഴിവാക്കുന്നു. ഇതെല്ലാം ന്യൂസുകൾ കിടക്കുന്നുണ്ട്. ജസ്റ്റ് ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ UK ഇനി വരാൻ നിൽക്കുന്നവർ ഒരു ഏജൻസിയുടെ വാക്ക് കേട്ടിട്ട് ഇങ്ങോട്ട് ആരും ഇനി കയറി വരരുത്. വരുന്ന സമയത്ത് ഇപ്പോൾ ഞാൻ പറയും, ഞാൻ അതിൽ നാളൊരു വീഡിയോ ഞാൻ അതിന് വേണ്ടി ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചുമ്മാ എടുത്ത് ഒരു കിണറ്റിലേക്ക് ചാടാൻ പറയുമ്പോൾ കണ്ണുടച്ചിട്ട് ചാടരുത് എന്നുള്ള ഒരു കാര്യം മുന്നേ തന്നെ പറയാം. കാരണം വെച്ചാൽ ഇവിടുത്തെ നിയമങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു, സാഹചര്യങ്ങൾ വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നു, ഓപ്പർച്യൂണിറ്റീസിന് കുറവില്ല, പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടാതിരിക്കാൻ തടയിടുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇവിടെ പറയാനുള്ളത്. ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അതിനൊരു വലിയ ബാരിയറൊക്കെ കൊണ്ടുവന്ന് മുമ്പിൽ കൊണ്ടുവച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഇരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ഒരിക്കലും നമ്മളെപ്പോലുള്ള ആളുകൾക്ക് അത് എന്താ പറയുക, സമ്മതിച്ചു കൊടുക്കാൻ വലിയ വിഷമമുള്ളൊരു കാര്യമാണ്. വേറെ ഒന്നും പറയാനില്ല അതിനകത്തേക്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കേട്ടു. അത് മാത്രമല്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊക്കെ നടക്കുന്നതിനൊപ്പം തന്നെ ഒരു സൈഡിൽ നിന്ന് കുടിയേറ്റക്കാരെ, അതായത് അനധികൃത കുടിയേറ്റക്കാരെ പുറന്തള്ളാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഓക്കെ, നല്ല കാര്യം. പക്ഷെ അതിനകത്ത്, ആ റെയ്ഡിനകത്ത് ഒരുപാട് മലയാളികൾ പോകുന്നുണ്ട്. കെയർ ഹോമുകളിൽ റെയ്ഡുകൾ വരുന്നു. അതിന് പുറമെ റെസ്റ്റോറൻറ്റ്സിലും അതുപോലെ കഫറ്റീരിയാസിലും പെട്രോൾ ബങ്ക്സിലും അതേപോലെ തന്നെ ഒരുപാട് മേഖലയിൽ റെയ്ഡുകൾ വരുന്നു, പിടിക്കപ്പെടുന്നു. കഴിഞ്ഞ മാസം തന്നെ നമുക്കറിയാമല്ലോ എത്ര ആൾക്കാരെയാണ് പിടിക്കപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 19,000-ന് മേലെ ആളുകളെ ഓൾറെഡി ഡീപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ഹോം ഓഫീസിന്റെ അപ്ഡേറ്റ് അനുസരിച്ചിട്ട് ബോർഡർ സെക്യൂരിറ്റി നല്ല രീതിയിൽ സ്ട്രെങ്തൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, റെയ്ഡിന്റെ എണ്ണം വീണ്ടും വലിയ തോതിൽ ഉയർത്തിയിരിക്കുന്നു. ഇനിയും ഉയരും എന്ന് തന്നെയാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു ഡൗട്ടുമില്ല, UK സ്റ്റുഡന്റ് വിസയിൽ വന്ന് UK വരുന്ന സമയത്ത് ലക്ഷങ്ങൾ കൊയ്യാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ കണ്ടിട്ടും ഇല്ലെങ്കിൽ ഏജൻസികൾ തള്ളു കണ്ടിട്ടും UK വരാൻ നിൽക്കുന്നവർ സൂക്ഷിക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പിടി വീണ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ പോയി കാണാം, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോകേണ്ടി വരും. സോ ഇപ്പോഴും ഇതൊന്നും കെയർ ചെയ്യാതെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പരിപാടി നോക്കിക്കൊണ്ടിരിക്കുക. ഹോം ഓഫീസിന്റെ പരിപാടി ചെയ്യും, നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാനുള്ള വഴി ഒരുക്കുകയും ചെയ്യും. ഓക്കെ, സോ ഈ അപ്ഡേറ്റുകളെല്ലാം ഹോം ഓഫീസിന്റെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ ലാസ്റ്റ് ജനുവരിയിൽ എത്രത്തോളം റെയ്ഡുകൾ നടന്നു, എത്ര പേരെ ഡീപ്പോർട്ട് ചെയ്തു, ഇനി ഈ ഫെബ്രുവരിയിലെ കണക്കുകൾ ഇനി എപ്പോൾ വരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും ഒരുപാട് സ്ഥലത്ത് റെയ്ഡുകൾ നടക്കുന്നുണ്ടെന്നുള്ള പല ഭാഗത്തു നിന്നുള്ള സുഹൃത്തുക്കൾ നമ്മളെ കോൺടാക്ട് ചെയ്ത് ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് തരുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ നിങ്ങൾ നോക്കണം, ഇല്ലെങ്കിൽ ശ്രദ്ധിക്കണം. എന്ന് UK വന്ന് പണിയെടുക്കാൻ വരുന്ന സ്റ്റുഡൻസ് വലിയ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ള റിക്വസ്റ്റ് കൂടി എൻ്റെ മുമ്പിൽ തരട്ടെ. ഓക്കെ, സോ ഗായ്സ്, ഇവിടെ വരുന്ന സമയത്ത് ഇപ്പോൾ കുറച്ചധികം സാഹചര്യങ്ങൾ വ്യത്യാസം വന്നിരിക്കുന്നു. UK കുറച്ചധികം മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിയിരിക്കുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എടുക്കേണ്ടവർക്ക് എടുക്കാം, തള്ളിക്കളയേണ്ടവർക്ക് തള്ളിക്കളയാം. എന്തായാലും ചെറിയൊരു വീഡിയോ ആണ്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ബൈ.